ഒരു വേദവാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം 1-ാം ഭാഗം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം 1-ാം ഭാഗം, ആദ്യ ഭാഗം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. മതി. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. വളരെ ലളിതമായ അനുഗ്രഹീതമായൊരു വചനമാണ് വായിച്ച് കേൾക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയത്. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥം, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ മനോഹരമായ ഗ്രന്ഥം, ഇത് സാധാരണ ഒരു ഗ്രന്ഥമല്ല. ഇതിന് വ്യത്യസ്ത പേരുകളുണ്ട്. അതിലൊന്ന് വിശുദ്ധ തിരുവെഴുത്തെന്നാണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ തിരുവെഴുത്ത്. ശ്രദ്ധിക്കണം, മലയാളത്തിൽ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് സത്യവേദ പുസ്തകമെന്നാണ്. തമിഴിൽ എനിക്ക് തോന്നുന്നു പരിശുദ്ധ വേദാഗമം. അപ്പോൾ സത്യവേദം അല്ലെങ്കിൽ സത്യവേദ പുസ്തകം എന്നാണ് ഇതിൻ്റെ പേര്. എന്താ അങ്ങനെ വരുവാൻ കാരണം? ലോകത്തിൽ ഇതര വേദങ്ങളുണ്ട്. ഋഗ്വേദം, സോമവേദം, യജൂർവേദം, അഥർവവേദം എന്ന് നിരവധി വേദങ്ങൾ ലോകത്തുള്ളപ്പോൾ സത്യവേദം എന്ന് പറയുവാൻ ഒരൊറ്റ വേദമേ ഉള്ളൂ, അതാണ് വിശുദ്ധ ബൈബിൾ. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകലതും സത്യമാണ്. ഉവ്വ് ഉവ്വെന്നാണ്, ഇല്ല ഇല്ലെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സകലതും സത്യമായതുകൊണ്ട് ഇതങ്ങനെ തന്നെ സംഭവിക്കും, ഇതിന് മാറ്റമില്ല. എന്തുകൊണ്ടത് സത്യവേദമായി തീരുവാൻ കാരണം? ഇത് സ്വർഗത്തിലെ ദൈവമാണ് മനുഷ്യരുടെ വായോട് കൂടെ ഇരുന്ന് അരുളി ചെയ്തത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. സർവകൃപാലുവായ, സർവശക്തനായ, സർവവ്യാപിയായ, സർവകൃപാലുവായ മഹാദൈവത്തിൻ്റെ അരുളപ്പാടായതുകൊണ്ട് ഇത് സത്യമാണ്, ഇത് തീർത്തും സത്യവേദമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്ര മനോഹരമായൊരു ഗ്രന്ഥം നമ്മുടെ കയ്യിൽ കിട്ടുവാൻ, നമുക്ക് കയ്യിൽ പിടിക്കുവാൻ, ഇത് ഉയർത്തിപ്പിടിക്കുവാൻ, ഇത് തുറന്നു വായിക്കുവാൻ, ഇതിലുള്ള അരുളപ്പാടുകൾ ശ്രദ്ധിക്കുവാൻ, അനുസരിക്കുവാൻ, ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പദവിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വായിച്ചു കേൾക്കപ്പെട്ട വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമം 27 ഗ്രന്ഥങ്ങളിൽ ഒരു അനുഗ്രഹീതമായ പുസ്തകമാണ്. ലേഖന പരമ്പരയിൽ പൊതുലേഖനമെന്നറിയപ്പെടുന്ന ലേഖനത്തിൽ തല ഉയർത്തി നിൽക്കുന്ന യാക്കോബിൻ്റെ ലേഖനം. എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമായ ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. ഈ ലേഖനത്തിൽ ഒരുപാട് കാര്യാദികൾ അപ്പോസ്തലനായ യാക്കോബ് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയുള്ള നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു കേൾക്കപ്പെട്ട വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വേദവാക്യമാണ് 4-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. എത്ര മനോഹരമായ വചനം! വളരെ സിമ്പിളാണ്, ലളിതമാണ്. ആർക്കും, ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും, എന്തിനേറെ ഒരു LKGയിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും മനസ്സിലാക്കും വിധം ഒരു ലളിതമായ വചനം. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ഇന്ന് രാത്രിയിൽ ഈ മഹാദൈവത്തെക്കുറിച്ചും ഈ ദൈവത്തോടടുക്കുന്ന വിധം എങ്ങനെയാണെന്ന് തിരുവെഴുത്തിൽ കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ വളരെ വിനീതമായി എൻ്റെ പ്രമേയത്തിലേക്ക് ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന അനുഗ്രഹീത ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ ദൈവം എന്ന പദത്തോടു കൂടെയാണ്. ആദിയിൽ ദൈവം. ഇപ്പൊ സകലത്തിൻ്റെയും ആദിയിൽ സർവകൃപാലുവായ ദൈവം, സകലത്തിൻ്റെയും തുടക്കം സർവകൃപാലുവായ ദൈവം, ആദിയിൽ ദൈവം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ ദൈവം ആരാണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ട് നടക്കുന്ന വിശുദ്ധ ബൈബിളിൽ പല ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാരെന്നൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് സാക്ഷാൽ ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ പരിമിതമായ ആളുകളാണ് കൂടിയിട്ടുള്ളത്. പക്ഷേ ഈ ദേശത്തെമ്പാടും പാർക്കുന്ന നല്ലവരായ നാട്ടുകാർക്ക് കേൾക്കുവാൻ തക്കവണ്ണം സംഘാടകർ വളരെ കഷ്ടം സഹിച്ച് ഉച്ചഭാഷിണി ദേശത്തെമ്പാടും ക്രമീകരിച്ചിട്ടുണ്ട്.
ഈ ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന വാത്സല്യ നല്ലവരായ നാട്ടുകാർ ഇന്ന് രാത്രി ശ്രദ്ധയോടെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുവാൻ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, സ്തോത്രം. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന പല ദേവന്മാര്, പല ദൈവങ്ങൾ, അത് ആരൊക്കെയാണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1, 2, 3 എന്ന് നമ്പറിട്ട് നിങ്ങളെ കേൾപ്പിച്ചിട്ട് നമുക്ക് വിഷയത്തിൻ്റെ ആഴത്തിലോട്ട് പ്രവേശിക്കാം. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവങ്ങളിൽ ഒന്ന് വിശുദ്ധ പൗലൂസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാമല്ലോ. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറയാം. വിശുദ്ധ ബൈബിളിൽ കാണുന്ന ദൈവങ്ങളിൽ ഒരു ദൈവം പൗലോസ് വ്യക്തമായി തെളിയിക്കുന്നു, ഈ ലോകത്തിന്റെ ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ഏത് ദൈവമാണ്? ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന് മാത്രം ഒരു കാലഘട്ടത്തേക്ക് ദൈവം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവമെന്ന് പറയുന്നത് ആരെന്നറിയണ്ടേ? സ്തോത്രം. ആരംഭവും അവസാനവും ഉള്ള ഒരു ശക്തി. അതിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേരാണ് പിശാച്. മനസ്സിലാക്കുന്നുണ്ടോ? അവൻ ഈ ലോകത്തിന്റെ ദൈവം മാത്രം. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിന് മാത്രം ഈ ലോകത്തിന്റെ ദൈവമായി നിലകൊള്ളുന്നു. സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുന്നു, ഈ ലോകത്തിന്റെ ദൈവം തേജസ്സിന്റെ സുവിശേഷം അവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കേണ്ടതിന് അവരുടെ മനസ്സിനെ കുരുടാക്കിക്കളയുന്ന ഒരു വലിയ വൻകിട ശക്തിയാണ് ഈ ലോകത്തിന്റെ ദൈവമെന്നറിയപ്പെടുന്ന ദുഷ്ടപിശാച്. ശ്രദ്ധിക്കൂ, ഇതുപോലെയുള്ള എത്ര സുവിശേഷ മഹായോഗങ്ങൾ ക്രമീകരിച്ചാലും കർത്തൃദാസന്മാർ ചാരത്തു നിന്നും ദൂരത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വേണ്ടി വന്നാൽ അന്യ രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് വളരെ വ്യക്തമായിട്ടും തിട്ടമായിട്ടും എത്ര തന്നെ പ്രസംഗിച്ചാലും, ഇനി എന്തിനേറെ 21 days ഫാസ്റ്റിങ് ക്രമീകരിച്ച് വചനം പങ്കിട്ടാലും ഈ വചനം വ്യക്തികളുടെ ഉള്ളിൽ കയറി പരിവർത്തിക്കാതിരിക്കുവാൻ തക്കവണ്ണം വചനത്തിനെതിരായിട്ട് വ്യക്തികളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്ന ഒരു വൻകിട ശക്തിയാണ് ഈ ലോകത്തിന്റെ ദൈവം എന്നറിയപ്പെടുന്ന ദുഷ്ടപിശാച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, ഈ ലോകത്തിന്റെ ദൈവം. 2, വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ദൈവം നമുക്കെടുക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മതി. ശ്രദ്ധിക്കൂ. 1, ഈ ലോകത്തിന്റെ ദൈവം. 2, അന്യദൈവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ദൈവം ആരാണ് നമുക്ക് മനസ്സിലായി. അന്യദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? അന്യദൈവങ്ങൾ. ഈ അന്യദൈവങ്ങളെന്ന് പറയുന്നത് മനുഷ്യരുടെ കരത്താൽ നിർമ്മിക്കപ്പെട്ട ദേവന്മാർ. മനസ്സിലാകുന്നുണ്ടോ? ലോകമെമ്പാടും ഈ അന്യദൈവങ്ങളുണ്ട്. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്, ഭാരതത്തിലെങ്ങും ഉണ്ട്. ലോകത്തിൻ്റെ 5 വൻകോണുകളിലും ഈ പറയപ്പെട്ട ദൈവങ്ങളുണ്ട്. പേര് അന്യദൈവം, അതർ ഗാഡ്സ് എന്നാണ് അന്യദൈവം. ഈ അന്യദൈവത്തിന് തന്നെ ബൈബിളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അന്യദൈവങ്ങൾക്ക് ബാലെന്നും അശേര എന്നും മോലക്കെന്നും ദാഗോൻ എന്നും അർത്തിമസ് അല്ലെങ്കിൽ ഡയാന എന്നും ഇങ്ങനെ വ്യത്യസ്ത പേരുകളാൽ ഈ അന്യദൈവങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ പേരുകളാൽ അറിയപ്പെടുന്നതാണ് അന്യദൈവം. സ്വർഗത്തിലെ മഹാദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൽപ്പന കൊടുത്തപ്പോൾ ആ കൽപ്പനയിൽ തമ്പുരാൻ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡാണ്, കൽപ്പനയാണ്, ഞാനല്ലാതെ വേറൊരു അന്യദൈവം നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹത്തെ നിർമ്മിക്കരുത്, അതിനെ വണങ്ങരുത്, കാരണം ഞാനാണ് നിങ്ങളുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 1, ഈ ലോകത്തിന്റെ ദൈവം. 2, അന്യദൈവങ്ങൾ. 3-ാമതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് സാക്ഷാൽ ദൈവം. അതാരാണെന്നറിയണ്ടേ? എടുക്കാം. വിശുദ്ധ പുസ്തകം, സ്തോത്രം,
തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. 1 തിമോത്തിയോസ് 6:15-16. മറ്റൊരാള് ആവർത്തന പുസ്തകം 6:4 കൂടെ എടുത്തോളണേ, വായിച്ചോ. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ഒരു ദൈവം, അവനാണ് സാക്ഷാൽ ഏക സത്യ ദൈവം, അവനാണ് ജീവനുള്ള ദൈവം. ഇന്ന് രാത്രി നമ്മൾ ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് പിൻപറ്റുന്നത്, ആ ദൈവത്തെയാണ് സേവിക്കുന്നത്. എന്താ കാര്യം? അവൻ ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും രാജാതി രാജാവും കർത്താതി കർത്താവുമായ അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വാസം ചെയ്യുന്ന സകലത്തിൻ്റെയും സ്രഷ്ടാവായ ഏക സത്യദൈവം, അവനാണ് ജീവനുള്ള ദൈവം, അവനാണ് സാക്ഷാൽ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചവൻ. നമ്മെയും ഈ കാണുന്ന സകലത്തെയും കാണാൻ കഴിയാത്ത സകലത്തെയും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൃശ്യമായതും അദൃശ്യമായതും സർവത്തെയും വിളിച്ചു വരുത്തിയ, സർവത്തെയും സൃഷ്ടിച്ച ഒരേ ഒരൊറ്റ ദൈവം, അവനാണ് സൃഷ്ടാവായ ദൈവം, അവനാണ് ധന്യനായ ഏകാധിപതിയായ ദൈവം, അവനാണ് രാജാതി രാജാവും കർത്താതി കർത്താവും അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ ഇന്നും വസിക്കുന്നവനായ നിത്യനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചേ. ആവർത്തനം വായിച്ചോ. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം, യഹോവ ഏകൻ തന്നെ. കണ്ടോ, മോശ വളരെ ഉച്ചത്തിൽ വിളംബരം ചെയ്യുന്നു, ഇസ്രായേലെ കേൾക്ക, യഹോവയാണ് നമ്മുടെ ദൈവം, അവൻ ഏകനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏക സത്യദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം വന്നിരിക്കുന്നത് ആ മഹാദൈവത്തിന്റെ മുമ്പിലാണ്. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് പറഞ്ഞിട്ട് മുന്നോട്ട് ഞാൻ പ്രവേശിക്കാം. ശ്രദ്ധിക്കൂ, ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്തെന്നറിയണ്ടേ? ഈ ദൈവത്തെ തേടി നമ്മളെങ്ങും പോകണ്ട, ഈ ദൈവത്തെ അന്വേഷിച്ച് നമ്മളെങ്ങും പുറപ്പെടണ്ട. ഈ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ദൈവം തന്നെ ആരാധിക്കുവാൻ തൻ്റെ സന്നിധിയിൽ സ്ഥലവ്യത്യാസം കൂടാതെ, രാജ്യവ്യത്യാസം കൂടാതെ, പട്ടണ വ്യത്യാസം കൂടാതെ, ഗ്രാമവ്യത്യാസം കൂടാതെ, ഏത് സ്ഥലത്താകട്ടെ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ വണ്ണം 2-3 പേർ എൻ്റെ നാമത്തിൽ ഏക മനസ്സോടെ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ ഒരു ദൈവമാണ് ഈ ഏക സത്യദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യം നൽകിയത് ഓർത്തുകൊണ്ട് വലത് കരങ്ങളെ വീശി ഒരു മഹത്വം കൂടെ അർപ്പിക്കാം. സ്വതന്ത്രം. കൃപയാൽ ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഈ ദൈവത്തെ അറിയുവാൻ, ഈ ദൈവത്തെ അംഗീകരിപ്പാൻ, ഈ ദൈവത്തെ ആരാധിപ്പാൻ, ഈ ദൈവത്തെ അനുഗമിപ്പാൻ, ഈ ദൈവത്തെ പിൻപറ്റുവാൻ സ്വർഗം നൽകിയ ഭാഗ്യം ചെറുതല്ല, ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. നമ്മൾ ഭാഗ്യശാലികളാണ്. എന്താ കാര്യം? മറ്റൊന്നും കൊണ്ടല്ല, ഈ ദൈവം നമ്മെയാണ് തേടി വന്നത്, നാം ഈ ദൈവത്തെ അല്ല തേടിച്ചെന്നത്. ഹല്ലേലൂയ. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, ഇത്രമ സ്നേഹം ഉയർകൊടുത്തെനിക്കായി, ഇത്രമ സ്നേഹം ഉയർകൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ,
തേടി വന്നോ. ദോഷിയാമെന്നെയും എന്നെയും നാഥ ശോണിതാലേ ക്ഷീണം ഭാവി ചീടാതെന്നെയും നാഥ ശോണിതാലേ ക്ഷീണം ഭാവി ചീടാതെന്നെയും നാഥ ആണിപ്പഴുതുള്ള പണികളാൽ എന്നെ ആണിപ്പഴുതുള്ള പാണികളാൽ എന്നെ പ്രീണിച്ചാനും ഗ്രഹിച്ചിടുക നിത്യം പ്രീണിച്ചാനും ഗ്രഹിച്ചിടുക നിത്യം തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ. കരങ്ങളെ ഉയർത്തി സ്തോത്രം. ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഈ ദൈവം നമ്മെ തേടി വരുന്നവന് ഈ ദൈവത്തെ തേടി ആരും പോകണ്ട. പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ, വേദനാജനകമായ സന്ദർഭത്തിൽ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട സമയത്ത്, സഹായത്തിന് ആരും ഇല്ലാതിരിക്കുമ്പോൾ, അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ നമ്മെ തേടി നമ്മുടെ അരികത്ത് വരുന്ന ഒരേ ഒരൊറ്റ ദൈവം, അവനാണ് ധന്യനായ യഹോവാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും രാജാതിരാജാവും കർത്താതി കർത്താവും അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവനുമായ ഏക സത്യദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ആരാണെന്ന് വിശദീകരിക്കണമെങ്കിൽ ഈ മഹാദൈവത്തിൻ്റെ ദൈവിക ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർ പലരും അത് അടുക്കിന് പഠിച്ചതാണ്. ശമൂൽ പാഷും രമേശ് പാഷും പാഷ ജപസിംഗ് പാഷ ഷിബു ഇവരൊക്കെ വളരെ കൃത്യമായി പഠിച്ച കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് സ്തോത്രം, അവർ അഥവാ മിണ്ടാതിരുന്നാലും നിങ്ങൾ മിണ്ടാതിരിക്കരുത്, കാരണം ഇവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ സ്തോത്രം ചാടി എഴുന്നേറ്റ് ഓടേന്ന് വേണ്ട, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ആ വചനം കേൾക്കുമ്പോൾ, വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഈ ദൈവത്തിൻ്റെ ദൈവിക ലക്ഷണങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ്, ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ്. ഈ ദൈവത്തിൻ്റെ ദൈവിക ലക്ഷണം അല്ലെങ്കിൽ ദൈവിക ഗുണഗണങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവിക ഗുണഗണം അല്ലെങ്കിൽ ദൈവിക ലക്ഷണം എന്നുള്ള ആ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ദൈവിക ലക്ഷണങ്ങൾ. രണ്ട്, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ദൈവിക ലക്ഷണങ്ങൾ. മൂന്ന്, മോറൽ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ ധാർമ്മിക ലക്ഷണങ്ങൾ. മനസ്സിലാക്കുന്നുണ്ടോ? ഒന്ന്, പങ്കുവയ്ക്കുവാൻ കഴിയാത്തത്. രണ്ട്, പങ്കുവയ്ക്കുവാൻ കഴിയുന്നത്. മൂന്ന്, ദൈവത്തിൻ്റെ ധാർമ്മിക ലക്ഷണങ്ങൾ. ഇന്ന് രാത്രി 3 പോയിന്റുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചെങ്കിലും അതിൽ പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ദൈവിക ലക്ഷണങ്ങൾ 1, 2, 3, 4 എന്നീ ക്രമത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ കർത്തൃസന്നിധിയിലായിരിക്കാൻ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ദൈവിക ലക്ഷണങ്ങൾ. അതിൽ ഒന്ന്, ദൈവം സർവശക്തൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം ആരാണ്? ദൈവം സർവശക്തൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഒംനിപൊട്ടന്റ് അല്ലെങ്കിൽ ഓൾമൈറ്റി. ആ സർവശക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരൊറ്റ കാര്യവും ഇല്ല. കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ ജീവിതത്തിലെ സകല അസാധ്യങ്ങളെയും സാധ്യമാക്കി തീർക്കുവാൻ കഴിവുള്ളവനായ ദൈവം. ഈ രാത്രി നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ആരുടെ മുമ്പിലെന്ന് അറിയണ്ടേ? സകല അസാധ്യങ്ങളെയും ജീവിതത്തിൽ സാധ്യമാക്കി തരുവാൻ കഴിവുള്ള സർവശക്തനായ ഒരുവന്റെ മുൻപിലാണ് ഇന്ന് രാത്രി നമ്മൾ ആയിരിക്കുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകട്ടെ. ജീവിതത്തിൽ ആർക്കും ചെയ്യുവാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരുവനെ ഉലകത്തിലുള്ളൂ. അവനാണ് സാക്ഷാൽ സർവശക്തനായ ദൈവം. ഈ മഹാദൈവം അബ്രഹാമിനെ പേർ ചൊല്ലി വിളിച്ചിറക്കി വിട്ടു. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും,
നീ മുഖാന്തരം നിന്നിൽ സകല വംശവും അനുഗ്രഹിക്കപ്പെടും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവമക്കളെ, വചനം വളരെ ശ്രദ്ധിക്കണം. നമ്മെ ശപിക്കാൻ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. സ്തോത്രം. സ്വർഗം പറയുന്നു, നിന്നെ ശപിക്കുന്നവരെ നമ്മെ ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്, സാരമാക്കണ്ട, സ്വർഗത്തിലെ ദൈവം കാര്യം കൈകാര്യം ചെയ്തോളും. ആ ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാ. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചു. ആ അബ്രഹാം ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി 4 നൂറ്റാണ്ട് കാത്തിരുന്നു. നമുക്ക് 2 മാസം പോലും കാത്തിരിക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പേ മനസ്സിനകത്ത് പ്രയാസവും പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കും. അബ്രഹാം കാത്തിരുന്നത് 4 നൂറ്റാണ്ട് നീണ്ട 25 കൊല്ലം അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി, വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. എന്തോ വാഗ്ദത്തം? ഒരു വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. 75-ാമത്തെ വയസ്സിൽ പുറപ്പെടുമ്പോൾ പറഞ്ഞ വാഗ്ദത്തം നിറവേറിയത് 100-ാമത്തെ വയസ്സിലാ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം. വർഷപ്പഴക്കം എത്ര ചെന്നാലും അരുളി ചെയ്തവൻ സർവശക്തനാണെങ്കിൽ നീ വിശ്വസ്തയോടെ ആ ദൈവത്തെ മുറുകെ പിടിച്ചാൽ, വിശ്വസ്തയോടെ ആ ദൈവത്തെ സേവിച്ചാൽ, ആ ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ആ ദൈവത്തെ മുറുകെ പിടിച്ചാൽ, ആ ദൈവത്തിന്റെ പിന്നാലെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് നിനക്ക് പോകുവാൻ കഴിയുമെങ്കിൽ അരുളി ചെയ്തവൻ വിശ്വസ്തൻ, അരുളി ചെയ്തവൻ അത് നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ അബ്രഹാമിന്റെ കൂടാരത്തിൽ അരുളി ചെയ്തവൻ കടന്നു വന്നു. ഇന്ന് രാത്രി ഒരു പ്രത്യേകത തിരിച്ചറിയണം. അരുളി ചെയ്തിട്ട് പോകുന്നവൻ മാത്രമല്ല നാം ആരാധിക്കുന്ന ദൈവം. അരുളി ചെയ്തതുപോലെ നമ്മുടെ ഭവനം ചെറുതാകട്ടെ വലുതാകട്ടെ, 250 സ്ക്വയർ ഫീറ്റ് ആകട്ടെ, 2500 സ്ക്വയർ ഫീറ്റ് ആകട്ടെ, അല്ല 25,000 സ്ക്വയർ ഫീറ്റിന്റെ കമനീയ കൊട്ടാരമാകട്ടെ, ദൈവത്തിനത് വിഷയമല്ല. ഒരു കുടിലാകട്ടെ, അരുളി ചെയ്തവൻ ദൈവമാണെങ്കിൽ നാം പാർക്കുന്ന ആ കുടിലിനകത്തും വരുവാൻ അവിടുന്ന് സർവശക്തൻ. എന്താ കാര്യം? അവൻ അരുളി ചെയ്തതുപോലെ പ്രവർത്തിക്കുന്ന വിശ്വസ്തനായ ദൈവം. ഇന്ന് രാത്രി ആരോടെങ്കിലും ദൈവം എന്തെങ്കിലും കഴിഞ്ഞ നാളുകളിൽ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട, നീരസപ്പെടണ്ട, പ്രയാസപ്പെടണ്ട, ചഞ്ചലപ്പെടണ്ട. അരുളി ചെയ്തവൻ അരുളി ചെയ്തതുപോലെ നിവർത്തിപ്പാൻ ശക്തൻ. അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്നിട്ട് ഈ സർവശക്തൻ പറഞ്ഞൊരു വാക്ക് ഇവിടെ കിടപ്പുണ്ട്. 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? സ്തോത്രം. ഈസ് ദർ എനിത്തിങ്സ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? ദൈവത്താൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? അനുഗ്രഹീതരായ വേദശാസ്ത്രികൾ, ദൈവശാസ്ത്രജ്ഞന്മാർ, നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച് അനുഗ്രഹിക്കപ്പെട്ട പ്രശസ്തരായ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. അതിലൊരുവനാണ് ചാൾസ് സി റൈറി. ചാൾസ് സി റൈറിയുടെ ബേസിക് തിയോളജി എന്ന ആ ദൈവശാസ്ത്ര ഗ്രന്ഥത്തിൽ ചാൾസ് സി റൈറി പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ, ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ അസാധ്യമെന്ന പദം ഇല്ല. ബാക്കി എല്ലാ ഡിക്ഷണറിയിലും ഉണ്ട്. നിങ്ങളെ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡിക്ഷണറി നോക്കിയാൽ ഇമ്പോസിബിൾ എന്നുള്ള വേർഡുണ്ട്. സ്തോത്രം. പക്ഷെ തമ്പുരാന്റെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്നൊരു പദം ഇല്ല. എന്താ കാര്യം? തമ്പുരാന്റെ മുമ്പിൽ സകലതും സാധ്യമാണ്. അസാധ്യമെന്ന് പറഞ്ഞ ഒന്ന് ദൈവത്തിൻ്റെ മുമ്പിലില്ല. തമ്പുരാന്റെ മുമ്പിൽ സകലതും സാധ്യം. യഹോവയായ ദൈവത്താൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ വരും. ആരാണ് ആ ഞാൻ? ആ ഞാനാണ് സാക്ഷാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് അരുളി ചെയ്ത സാക്ഷാൽ യഹോവയായ ദൈവം. ഞാൻ നിന്റെ അടുക്കൽ കടന്നു വരും, സാറയ്ക്കൊരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്ത അരുളപ്പാടിന്റെ അടിസ്ഥാനത്തിൽ 1 വർഷം കഴിഞ്ഞതും സാറ തന്റെ കരത്തിൽ ഒരു പുരുഷ പ്രജയെ ഏന്തുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. എന്താ കാര്യം? അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ കഴിവുള്ളവനാണ് സർവശക്തൻ. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. പഴക്കം ചെന്ന രോഗമാകട്ടെ, നൂറ്റാണ്ടുകളായി തലമുറയായി അനുഭവിച്ചു വരുന്ന പൈശാചിക വ്യാപാര മണ്ഡലങ്ങളാകട്ടെ, ശത്രുവിന്റെ കടും കെട്ടുകളാകട്ടെ, പഴക്കം ചെന്ന ബന്ധനങ്ങളാകട്ടെ, എന്ത് തന്നെയായാലും അതിനെ ഒരൊറ്റ വാക്കുകൊണ്ട് അഴിച്ചു മാറ്റുവാൻ കഴിവുള്ളവന്റെ മുമ്പിലാണ് വന്നെത്തിയിരിക്കുന്നത്. കാരണം അവനത്രേ സർവശക്തൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഈ ദൈവത്തിൻ്റെ സാക്ഷാൽ ദൈവിക ലക്ഷണങ്ങളിൽ ഒന്ന്, അവിടുന്ന് സർവശക്തനാണ്.
സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, നീ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞു. 139 സങ്കീർത്തനം ശ്രേഷ്ഠമായൊരു സങ്കീർത്തനമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് സൃഷ്ടിച്ചത്. നോക്കണമേ ദൈവത്തിൻ്റെ സൃഷ്ടി, കർത്താവിന് മഹത്വം. അങ്ങനെ സൃഷ്ടിക്കുവാൻ കാരണം ദൈവം സർവശക്തനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞെ, നമ്മൾ ഇറങ്ങി തിരിച്ചത് വെറുതെ അല്ല, വൃഥാവല്ല. നമ്മൾ ഇറങ്ങി തിരിച്ചത് സർവശക്തൻ്റെ വിളി കേട്ട, സർവശക്തൻ്റെ അരുളപ്പാട് കേട്ട, സർവശക്തൻ്റെ പിന്നാലെയാണ്. ഈ ദൈവം കൈവിടുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് വാക്ക് പറയുവാൻ കാരണം അവൻ മാത്രമാണ് സർവശക്തൻ. അപ്പോൾ 1 സർവശക്തൻ, 2 സർവജ്ഞാനി, സർവജ്ഞൻ, എല്ലാം അറിയുന്നവൻ, ഓൾ നോയിങ് ഗാഡ് എന്നാണ്. എല്ലാം അറിയുന്ന ദൈവം, നമ്മെ അറിയുന്നവൻ, നമ്മുടെ അവസ്ഥ അറിയുന്നവൻ, സാഹചര്യം അറിയുന്നവൻ, കുടുംബത്തിൻ്റെ പശ്ചാത്തലം അറിയുന്നവൻ, ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെപ്പോലും അങ്ങ് ദൂരെ നിന്നറിയുന്നവൻ. സങ്കീർത്തനം 139 1, 2, 3 വാക്യങ്ങൾ പരിശോധിച്ചാൽ ദാവീദ് പറയുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഹൃദയത്തിൻ്റെ അകത്ത് താങ്ങുവാൻ പറ്റാത്ത വലിയ ടൺ കണക്കിനുള്ള ഭാരവുമായിട്ട് ഇന്ന് രാത്രി ഇതിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. അടുത്തിരിക്കുന്ന കൂട്ടുകാരി, അടുത്തിരിക്കുന്ന സ്നേഹിതൻ, പെറ്റ തള്ള, ജനിപ്പിച്ച ജന്മം നൽകിയ പിതാവ്, പെറ്റു വളർത്തിയ മക്കൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ കെട്ടിക്കിടക്കുന്ന വമ്പൻ ഭാരത്തെ, വേദനയെ അങ്ങകലെ നിന്നറിയുന്ന ഒരുവനാണ് നാം ആരാധിക്കുന്ന ദൈവം. എന്താ കാര്യമെന്നറിയണ്ടേ? അവൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ദൈവം. സ്തോത്രം. ദാവീദ് പറയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. എല്ലാം അറിയുന്നവൻ, സർവജ്ഞൻ, സർവജ്ഞാനിയായ ദൈവം. 3ാമത്തെ ഈ ദൈവത്തിൻ്റെ ദൈവീക ലക്ഷണം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ സങ്കീർത്തനത്തിൽ തന്നെയുണ്ട്. 139 7 മുതൽ വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും, ഈ ദൈവം സർവവ്യാപി. പ്രൈസ് ദി ലോർഡ്. സർവവ്യാപി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ഒരേ സമയത്ത് വാസം ചെയ്യുവാൻ കഴിവുള്ളവനായ ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് ഒരുപോലെ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ അറിയുവാനും പ്രവർത്തിക്കുവാനും വിടിവിക്കുവാനും അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുവാനും ചേർത്ത് പിടിപ്പാനും കഴിവുള്ളവനാണ് സർവ്വവ്യാപി. ഇന്ന് രാത്രി നമ്മൾ ഈ സങ്കുരുട്ടി ദേശത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ മഹാദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇതുപോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് യോഗങ്ങളാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ലക്ഷക്കണക്കിന് മീറ്റിങ്ങുകളാണ് ലോകമെമ്പാടും ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. സമയവ്യത്യാസം എന്നെ അവിടെയെല്ലാം ഈ ദൈവം എഴുന്നള്ളി വാസം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ ദൈവത്തെ തേടി നമ്മൾ ചെല്ലേണ്ട, ദൈവം നമ്മെ അന്വേഷിച്ച് നാം ഇരിക്കുന്നിടത്ത് വന്ന് നമ്മുടെ വേദനയെ തുടച്ചു മാറ്റുന്നവൻ. ഹല്ലേലൂയ. ഇവൻ സർവ്വവ്യാപിയാണ്, എല്ലാ സ്ഥലത്തും ഒരുപോലെ വാസം ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദ് പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ, 139 സങ്കീർത്തനത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ഒന്ന് ശാന്തമായി വായിക്കാമല്ലോ. എവിടേക്ക് പോകും? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗ്ഗത്തിൽ കയറി. ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, വളരെ ശ്രദ്ധിക്കണം. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. കണ്ടോ, സ്വർഗത്തിലുണ്ട് ദൈവം. സന്തോഷമുണ്ടോ? അടുത്ത് പാതാളത്തിൽ, നേരെ പാതാളത്തിൽ ചെന്നാൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയും ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പാതാളം പലതുണ്ട്. മേലത്തെ പാതാളം, ഇടയ്ക്കുള്ള പിളർപ്പ്, അടിയറ്റത്തെ പാതാളം. മനസ്സിലാകുന്നുണ്ടോ? വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഒരു കാലഘട്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത് മേലത്തെ പാതാളം എന്ന സാക്ഷാൽ പർദീസ, അബ്രഹാമിൻ്റെ മടി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കൂ, ദാവീദ് പറയുന്നു, പാതാളത്തിൽ ഞാൻ ചെന്നാൽ നീ അവിടെയുണ്ട്. അടുത്ത് ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത്
അകത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ അവിടെയും നിന്റെ കൈ ഉണ്ട്. കണ്ടോ, ദൈവം ഇല്ലാത്ത ഇടം ഇല്ല. എന്താ കാര്യം? അവൻ സർവവ്യാപി. മനസ്സിലാകുന്നുണ്ടോ പ്രിയ ദൈവത്തിന്റെ കുഞ്ഞേ? രോഗിയായി, ക്ഷീണിതനായി, വേദനയിലും ഭാരത്തിലും ജീവിതം കഴിച്ചുകൂട്ടുന്ന സാഹചര്യം, പെറ്റവരും ഉറ്റവരും കൂടപ്പിറപ്പും മാതാപിതാക്കളും നൊന്തു വളർത്തിയ മക്കളും തിരിഞ്ഞു നോക്കാതെ കൈവടിഞ്ഞാൽ അവിടെ കിടന്നുകൊണ്ട് നിനക്കൊന്ന് സ്വർഗത്തേക്ക് നോക്കി വിളിക്കുവാനുള്ള നല്ല മനസ്സുണ്ടെങ്കിൽ നിന്നെ തേടി എത്തുവാൻ കഴിവുള്ള ഒരു സർവവ്യാപിയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന സർവശക്തനായ ദൈവം. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ വീശി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ആരാണ്? അവൻ സർവശക്തൻ. 2, അവൻ സർവജ്ഞാനി. 3, അവൻ സർവവ്യാപി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4, ഈ ദൈവം ആര്? ഈ ദൈവത്തിന്റെ 4ാമത്തെ ലക്ഷണം, അവൻ നിത്യനാണ്. ഹീസ് എറ്റേണൽ. ഒമ്നിപൊട്ടന്റ് മാത്രമല്ല, ഒമ്നിഷ്യന്റ് മാത്രമല്ല, ഒമ്നി പ്രസന്റ് മാത്രമല്ല. ഗാഡ് ഈസ് എറ്റേണൽ. ഹീസ് എറ്റേണൽ. അവൻ നിത്യനാണ്, നിത്യനാണ്. സങ്കീർത്തനം 90 2-ാം വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. 90 സങ്കീർത്തനം 2-ാം വാക്യം. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ, കണ്ടോ, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. പിടികിട്ടിയോ? കണ്ടോ, നിത്യനായ ദൈവം, അനാദിയായും ശാശ്വതമായും ദൈവമെന്ന് പറയുവാൻ ഒരുവനേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സർവകൃപാലുവായ ദൈവം, അവൻ നിത്യനാണ്. അവൻ അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. കർത്താവിന് മഹത്വം. തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 1:17, യെശയ്യാവിന്റെ പ്രവചനം 40:28. ഈ വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാമല്ലോ. വേഗത്ത് വായിച്ചേ. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1:17, യെശയ്യാവ് 40:28. കമോൺ. നിത്യരാജാവായി അക്ഷയനും, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞേ. കണ്ടോ, നിത്യനായ, അക്ഷയനായ, ശാശ്വതവാനായ ദൈവം. പിടികിട്ടിയോ? ഏകദൈവം, ഏക സത്യദൈവം. അവൻ ആര്? അവൻ നിത്യനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ആ നിത്യൻ എന്ന പദത്തിന്റെ അർത്ഥം ആരംഭവുമില്ല അവസാനവുമില്ല, ആദിയും അന്തവും ഇല്ലാത്തവൻ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നു, ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനുമായി, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. അവിടെ നിന്ന് ഇരുന്നവൻ മാത്രമല്ല, ഇരിക്കുന്നവൻ മാത്രമല്ല, ഇനി എത്രയും വേഗത്ത് വരുന്നവൻ. വരാമെന്ന് വാക്ക് പറഞ്ഞ ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ച് ജീവിച്ച് പ്രവർത്തിച്ച് 33.5 തിരുവയസ്സിൽ കാൽവരിയുടെ കുലമരത്തിൽ പരമയാഗമായി തീർന്നിട്ട് ശിക്ഷകണം നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തവൻ ആരോഹണ വേളയിൽ ആരോഹണം ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉചിതം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികത്തില്ല, ഞാൻ പോയി കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ പിതാവിങ്കിൽ നിന്നും വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വരാമെന്ന് വാക്ക് പറഞ്ഞ ഒരുവനേ ഉള്ളൂ, അവനാ നാം ആരാധിക്കുന്ന ദൈവം. സ്തോത്രം. ആ ദൈവം വരിക തന്നെ ചെയ്യും. അവൻ എത്രയും വേഗത്ത് വരും. തിരുവെടുത്ത് പഠിപ്പിക്കുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് ദീർഘക്ഷമ കാണിക്കത്രേ ചെയ്യുന്നത്. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ഇനി വരുവാനുള്ളവൻ എത്രയും വേഗത്ത് വരും, അവൻ താമസിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ
ഈ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇനി നിവർത്തിയാകുവാൻ മാത്രമേ ഉള്ളൂ. ബാക്കി പറഞ്ഞ ഏകദേശം 90% കാര്യങ്ങൾ ലോകമെമ്പാടും അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കഴിഞ്ഞെങ്കിൽ ഇനി നിറവേറുവാനുള്ളതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരൊറ്റ സംഭവം എന്ന് പറയുന്നത് അരുളി ചെയ്തവൻ അരുളി ചെയ്തതുപോലെ വീണ്ടും വരണം. ഹല്ലേലൂയ. ആ വീണ്ടും വരവിന് വേണ്ടിയാണ്, ആ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടിയാണ്, ദൈവസഭയുടെ ഉൽപ്രാവണത്തിന് വേണ്ടിയാണ് നാം ആവലോടെ കാത്തിരിക്കുന്നത്. ഈ കാത്തിരിപ്പ് വൃഥാവല്ല, ഈ കാത്തിരിപ്പ് അനുഗ്രഹമാണ്, ഈ കാത്തിരിപ്പ് സന്തോഷമാണ്, ഈ കാത്തിരിപ്പ് പ്രത്യാശയുള്ളതാണ്. എന്താ കാര്യമെന്ന് അറിയണ്ടേ? വരാമെന്ന് പറഞ്ഞവൻ മനുഷ്യനല്ല, മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരൻ, മനുഷ്യവർഗത്തിന് വേണ്ടി ലോകത്തിൽ അവതരിച്ചവൻ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് സാക്ഷാൽ പരിഹാരകനായി തീർന്നവൻ. അവൻ വരിക തന്നെ ചെയ്യും. സ്തോത്രം. അവൻ വരുമ്പോൾ നമ്മെ തൻ്റെ മാറോട് അണച്ചുകൊള്ളും. ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവർ കരങ്ങളൊന്ന് ചേർത്തടിച്ച്, അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർക്കോടാണ് ചീടുമേ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർക്കോടാണ് ചീടുമേ. ആ സമൂഹം അതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആ ആനന്ദമേ പരമാനന്ദമേ ഇതു. ഓ ആ ആനന്ദമേ പരമാനന്ദമേ സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടി കർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനായി. അവൻ വരുന്ന നാളിൽ ഓ എൻ്റെ കരം പിടിച്ചു തൻ്റെ. എല്ലാവരും ചേർന്ന് കരങ്ങളെ തട്ടിയേ. ആമേൻ. അവൻ വരുന്ന നാളിൽ ഓ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർക്കോടാണ് ചീടുമേ. ആ സമൂഹം അതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹം അതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ നാഥ നിന്നോടെ വരവിനായി. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ നാഥ നിന്നോടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും ദിനത്തോറുമേ കാന്ത വേഗം നീ വന്നിടണേ. പാരിൽ കഷ്ടതകൾ ഏറും ദിനത്തോറുമേ കാന്ത വേഗം നീ വന്നിടണേ. ആ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആ ആനന്ദമേ പരമാനന്ദമേ ഇതു. ആമേൻ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനായി. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരും. അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ത്രികാലവേദിയും കാലത്രയങ്ങൾ ഒരുപോലെ തിരുമുമ്പിൽ ഇരിക്കുന്നവനുമായ നമ്മുടെ കർത്താവ്. അവനറിയാത്ത ഒന്നുമില്ല, അവനൊപ്പം പറയുവാൻ വേറെ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യൻ വേറെ ആരുമില്ല. ഇന്ന് രാത്രി ഈ ദൈവത്തെ ആരാധിപ്പാൻ, സേവിപ്പാൻ, പിൻപറ്റുവാൻ ദൈവം ജീവിതത്തിൽ നൽകിയ ഭാഗ്യം കേവലം ഒരു ഭാഗ്യമല്ല, ഇതൊരു വലിയ പദവിയാണ്. ആമേൻ. നിത്യനാണ് ഈ ദൈവം. ദൈവത്തിൻ്റെ 4ാമത്തെ ലക്ഷണമാണ് അവൻ നിത്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദിയും അന്തവും ഇല്ലാത്തവൻ, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ,
അനാദിയായും ശാശ്വതമായും ദൈവമായി ഇരിക്കുന്ന, ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, നിത്യത മുതൽ നിത്യത വരെ ആദിയന്തമില്ലാത്തവനായി ജീവിക്കുന്ന ഏക സത്യദൈവം. 5, ഈ ദൈവത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ദൈവത്തിൻ്റെ ലക്ഷണം 5, മാറാത്തവൻ, അൺചേഞ്ചിങ് ഗാഡ്. അവർ ഗാഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ. ഗാഡ്സ് ഇമ്മ്യൂട്ടബിലിറ്റി, ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മ, മാറാത്ത ദൈവം. മലാക്കി പ്രവചനം 3:6 അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. മലാക്കി 3:6 യഹോവയായ ഞാൻ മാറാത്തവൻ. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതെ, സ്വർഗത്തിലെ ദൈവം മാറാത്തവനായതുകൊണ്ട് നമ്മൾ കൃപയാൽ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. നമ്മെ മുടിച്ചു കളയുവാൻ നാട്ടുകാർ, ദേശക്കാർ, സമൂഹം, പൈശാചിക വ്യാപാര വൃന്ദങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരുപോലെ തല ഉയർത്തിയിട്ടും മുടിഞ്ഞു പോകാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? നമ്മുടെ ദൈവം മാറാത്തവൻ. ഹീസ് അൺചേഞ്ചിങ് ഗാഡ്. അവന് മാറ്റമില്ല. ആ ദൈവത്തിന് മാറ്റമില്ലാത്തതുപോലെ ഈ ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവവചനത്തിന് മാറ്റമില്ലാത്തതുപോലെ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ലാത്തതുപോലെ ദൈവം പറഞ്ഞ ഒരൊറ്റ വാക്കുകൾക്കും മാറ്റമില്ല. മാറാത്ത ദൈവം. എബ്രായ ലേഖനത്തിൽ ഈ ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ദൈവമായ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും മാറാത്തവൻ. അവൻ ഇന്നലെ മാത്രമല്ല ഇന്നും, ഇന്ന് മാത്രമല്ല എന്നും. ജീസസ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ ഇന്നലെയും ഇന്നും എന്നും മാറാത്തവൻ. നാം ആരാധിക്കുന്ന ദൈവം മാറാത്ത ദൈവം. കാണുന്ന സകലതും മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ചവിട്ടി നിൽക്കുന്ന ഭൂമിക്ക് മാറ്റം സംഭവിക്കുവാൻ പോകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഭരണകർത്താക്കൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഭരണകർത്താക്കളുടെ മസ്തിഷ്കത്തിലെടുത്ത തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകമെമ്പാടും ആകമാനം മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി മാറാത്ത ഒന്നിനെ പരിചയപ്പെടുത്താം. ആ മാറാത്തത് എന്തെന്നറിയണ്ടേ? സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിന് മാറ്റമില്ല. കാരണം ആ രാജ്യത്തിന്റെ കുഞ്ഞുങ്ങളാകുന്ന നമുക്ക് വേണ്ടി ഒരുക്കുന്നവൻ ആരെന്നറിയണ്ടേ? അവനാണ് മാറാത്ത ദൈവം. ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്ന ദൈവം. ഈ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കുവാൻ കഴിയുമോ? ഈ ദൈവത്തെ ഒന്ന് നിലവിളിക്കുവാൻ പറ്റുമോ? ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ തുറന്നു പറയുവാൻ പറ്റുമോ? ആ മാറാത്ത ദൈവം മാറോട് ചേർത്തണയ്ക്കും. ഹല്ലേലൂയ. ഒരൊറ്റ വാക്കൂടെ പറഞ്ഞ ഭാഗം വിടുവാൻ താല്പര്യപ്പെടുന്നു. 6, ഈ ദൈവമാരാണ്? എബ്രായ ലേഖനത്തിന്റെ 12:29, ആവർത്തന പുസ്തകം 4:24 ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. സ്വോത്രം. നമ്മുടെ ദൈവം ആരാ? ഈ ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം എൻ്റെ ഗൗരവം പിടികിട്ടിയില്ല. കുറേ കരിയില വാരി കൂട്ടിയിട്ട് തീക്കൊള്ളി കൊണ്ട് കത്തിപ്പിച്ച് ചാരമാക്കുന്നത് പോലെയെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനല്ല. ഈ കാണുന്ന സർവത്തെയും ചാരമാക്കുവാൻ കഴിവുള്ളവനാണ്. അതിനെക്കുറിച്ച് അല്പമായി അറിയുവാൻ ഒരു വിഷയം പരിചയപ്പെടുത്താം. നോക്കൂ, ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ ഒരു ലൈറ്റുണ്ട്. അതിൻ്റെ പേരാ സൂര്യൻ. മനസ്സിലാക്കുന്നോ? ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ. ഇവിടെ ഈ കൊച്ചു ഗ്രൗണ്ടിനെ പ്രകാശിപ്പിക്കുവാൻ എത്ര ലൈറ്റ്! അതിലും 5 എണ്ണം ഉപദേശിമാരെ ഞങ്ങളുടെ മണ്ടയ്ക്ക് തന്നെ വെച്ച് തന്നിരിക്കുന്നു. ഇനി എന്ത് വേണം? അപ്പോൾ ഇത്രയും ആളുകളെ കാണാൻ തക്കവണ്ണം ഇത്രയേറെ ലൈറ്റുകൾ വേണമെങ്കിൽ സർവശക്തൻ്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വൻ ആണവ നിലയമാണ് സൂര്യൻ. ആ സൂര്യൻ്റെ അരികത്താർക്കും പോകാൻ പറ്റത്തില്ല. ആ സൂര്യൻ്റെ ചൂട് ഇങ്ങ് താഴെ പാർക്കുന്ന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും 9.5 കോടി മൈൽ അകലെ. ഭൂമിയിൽ നിന്ന് 9.5 കോടി മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ അവിടെ അനങ്ങാതെ ആ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. അഥവാ അവിടെ നിന്ന് മാറിയാൽ ഈ ഭൂമി കാണത്തില്ല, ഭൂമി കരിഞ്ഞു പോകും. ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ, സൂര്യനെ സൃഷ്ടിച്ചവൻ, അതിൻ്റെ മുകളിൽ കിടക്കുന്ന സകല നക്ഷത്ര ഗോളങ്ങളെയും, പൗലോസിന്റെ ഭാഷ്യം, ദൃശ്യമായതും അദൃശ്യമായതും കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ച ദൈവം അവൻ ദഹിപ്പിക്കുന്ന അഗ്നി. ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണമേ, ഒരു ദൈവ പൈതനെതിരായിട്ട് തല ഉയർത്തുന്ന ഏത് വൻപൻ ദുഷ്ടശക്തികളായാലും അന്ധകാര വ്യാപാര ശൃംഖലകളായാലും, സ്തോത്രം, എത്ര വൻ പോരിൻ്റെ വ്യാപാര മണ്ഡലങ്ങളായാലും മുട്ടുമടക്കി കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ കൃപയുള്ള ദൈവമക്കൾ മുട്ടുമടക്കി തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വേർപെട്ട് ആരാധിക്കുന്ന ദൈവ പൈതലേ, അവന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിച്ചാൽ നിനക്കെതിരായി എഴുന്നേൽക്കുന്ന ഏത് വൻകിട ശക്തികളെയും അന്ധകാര മണ്ഡലങ്ങളെയും ഇരുട്ടിന്റെ ആധിപത്യങ്ങളെയും പൈശാചിക വ്യാപാര വൃദ്ധങ്ങളെയും പൂർണ്ണമായി ദഹിപ്പിച്ച് കളയുവാൻ കഴിവുള്ള ഒരുവൻ, അവനാണ് ദഹിപ്പിക്കുന്ന അഗ്നി, കൺസ്യൂമിംഗ് ഫയർ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലക്ഷണമാണ് ദഹിപ്പിക്കുന്ന അഗ്നി. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ആ ഭാഗത്ത് നിൽക്കാതെ വേഗത്ത് ഞാൻ വന്നെൻ്റെ വാക്കുകൾക്ക് കുത്തിടുവാൻ താല്പര്യപ്പെടുന്നു. ഈ ദൈവത്തിൻ്റെ അടുക്കലോട്ട് ചെല്ലാനാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തോട് അടുത്ത് ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ അടുത്ത് ചെല്ലുന്ന ദൈവം ആരാ? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, നിത്യൻ, മാറാത്തവൻ, ദഹിപ്പിക്കുന്ന അഗ്നി. ഇന്ന് രാത്രി എത്ര പേർക്ക് തീരുമാനമുണ്ട്, എന്ത് പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും ആരെന്നെ കൈവിട്ടാലും ഞാൻ ഈ ദൈവത്തെ വിട്ട് മാറത്തില്ല. ഈ ദൈവം ആരാ? സർവശക്തൻ. ഈ ദൈവം ആരാ? സർവജ്ഞൻ. ഈ ദൈവം ആരാ? സർവവ്യാപി. ഈ ദൈവം ആരാ? നിത്യനായ ദൈവം, മാറാത്തവൻ, ദഹിപ്പിക്കുന്ന സാക്ഷാൽ അഗ്നി. ഈ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഈ ദൈവം ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ഈ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാനാ നിന്റെ ദൈവം. ആരായി ഞാനാ നിന്റെ ദൈവം എന്ന് പറഞ്ഞത്? സാക്ഷാൽ ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത അനശ്വരനായ ദൈവം, അവനാണ് സാക്ഷാൽ ദൈവം. സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഈ സന്തോഷം പോരാ. ഇനിയെങ്കിലും നമ്മൾ ഭാരപ്പെടാതെ, നീരസപ്പെടാതെ, നിരാശപ്പെടാതെ, വ്യാകുലപ്പെടാതെ, പേടിക്കാതെ തൻ്റെ ഇടത്തോടെ തലകളെ ഉയർത്തി നിൽക്കണം. നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ, സർവത്തിൻ്റെയും കാരണഭൂതൻ, അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വാസം ചെയ്യുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആ നിത്യനായവനാണ് കൂടെയുള്ളത് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മെ ഭരിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഈ ദൈവത്തോട് അടുക്കുവാനുള്ള ഏക വഴി, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേരാണ് യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 14:6 പെട്ടെന്നെടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. യേശു പറഞ്ഞതാ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. ദൈവത്തോട് അടുക്കുവാനുള്ള ഒറ്റ വഴി യേശു ക്രിസ്തു. യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ വഴി, ഞാനല്ലാതെ ഒരു വഴിയില്ല, ഞാനല്ലാതെ ഒരു മാർഗമില്ല, ഞാനല്ലാതെ ഒരു വഴി ഇകത്തിലില്ല. പിതാവിൻ്റെ അടുക്കൽ ചെല്ലണമോ? അതിനുള്ള ഒറ്റ മാർഗം യേശു ക്രിസ്തു, അതിനുള്ള ഏക വഴി യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിനെ ഇതുവരെയും ജീവിതത്തിൽ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദസീമയ്ക്കകത്തുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു, പ്രിയ സുഹൃത്തേ, വാത്സല്യ മാതാവേ, പിതാവേ, ഇന്ന് രാത്രി പിതാവായ ദൈവത്തിന്റെ അരികത്ത് നിത്യരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ചെല്ലുവാൻ, സ്വർഗത്തിന്റെ അവകാശമായി തീരുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരൊറ്റ വഴി, അതാണ് യേശു ക്രിസ്തു. പത്രോസ് പറയുന്നു 4:12 അപ്പോസ്തല പ്രവൃത്തിയിൽ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു മാർഗമില്ല. സ്തോത്രം, സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാനുള്ള ഏക വഴി യേശു ക്രിസ്തു, പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാനുള്ള ഏക വഴി യേശു ക്രിസ്തു, നിത്യതയുടെ തീരത്തിലെത്തുവാനുള്ള ഏക വഴി യേശു ക്രിസ്തു, സ്വർഗത്തിൽ പോകുവാനുള്ള ഏക മാർഗം യേശു ക്രിസ്തു.
ആധികാരികമായി പറഞ്ഞിരിക്കുക, ഞാൻ തന്നെ. യേശുക്രിസ്തുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങൾ അടങ്ങിയ അനുഗ്രഹീതമായൊരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കണ്ടോ, ഞാനെന്ന് ആധികാരികമായി പറയുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ അവനാണ് യേശു ക്രിസ്തു. അവനിൽ കൂടെ അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഭാഗ്യശാലികളാ. ഈ യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷ പ്രാപിച്ചല്ലോ. എന്നാൽ ഇതുവരെയും യേശുവിലൂടെയുള്ള രക്ഷാ നിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും ഇതിനകത്താകട്ടെ പുറത്താകട്ടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് യേശുവേ നീയാണ് എൻ്റെ കർത്താവെന്ന് വായ് കൊണ്ടും ഏറ്റുപറയുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ നിത്യരക്ഷ നിനക്ക് അനുഭവിപ്പാൻ കഴിയും. നീയും നിത്യതയുടെ പങ്കാളിയായി തീരും. സ്തോത്രം. അപ്പം യേശുക്രിസ്തു അല്ലാതെ വേറൊരു വഴിയില്ല. ഞാൻ സർവ്വസാധാരണ പ്രസംഗവേദിയിൽ പറയുന്ന ഒരു ഉദാഹരണ കഥയുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് സ്വർഗത്തേക്ക് പോകാൻ ഒരു വഴിയല്ല പല വഴിയുണ്ടെന്ന്. പല വഴികളില്ല, പല വഴികളുണ്ട്. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അതിനൊരു കൊച്ചു കഥയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു കുളത്തിൽ 3 ജീവികൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു കുളത്തിൽ 1 ആമ, 2 തവള, 3-മത്തെ ജീവി മീന് അഥവാ മത്സ്യം. ഇവർ 3 പേരും ഒരുപോലെ സന്തോഷത്തോടെ അതിനകത്ത് പാർത്തു. തവളയ്ക്കൊരു പ്രത്യേകതയുണ്ട്, വെള്ളത്തിലും കിടക്കും, വേണ്ടി വന്നാൽ കരയിലും കയറും. മറ്റൊരു പ്രത്യേകത, കരയിൽ കയറിക്കഴിഞ്ഞാൽ നമ്മെപ്പോലെ നടക്കത്തില്ല, ഇവൻ തുള്ളും, ചാട്ടം. ഇവിടെ നിന്ന് ഒരൊറ്റ ചാട്ടം അവിടെ നിന്ന് അപ്പുറത്ത്, ഇങ്ങനെ ചാടിയേ പോകത്തുള്ളൂ. അതിന് കാരണമുണ്ട്, ഇവൻ ജനിച്ചപ്പോഴേ തവളയായിട്ടല്ല ജനിച്ചത്. ജനിച്ചപ്പോൾ അവൻ്റെ പേര് വാൽമാക്രി. ആ വാലങ്ങ് മാറി 4 കാല് വന്നു. അതിനാണ് നമ്മൾ പറയുന്നത് രൂപാന്തരമെന്ന്. എല്ലാവർക്കും ചാടാൻ പറ്റത്തില്ല, രൂപാന്തരപ്പെട്ടവൻ മാത്രമേ ചാടത്തുള്ളൂ. എല്ലാവരും കൊണ്ട് തുള്ളാൻ പറ്റൂല. നിങ്ങൾ ചുമ്മാ തുള്ളിക്കൊണ്ടിരിക്കുക. ശരിക്കും രൂപാന്തരപ്പെട്ടവനെ തുള്ളിപ്പിക്കേണ്ട, അവൻ തുള്ളും. എന്താ കാര്യം? അകത്ത് രൂപാന്തരം. ഇപ്പം തവള വെള്ളത്തിലും കിടക്കും, കരയിലും കയറും. തവള ഒരു ദിവസം കരയിൽ കയറി ചാടി മുന്നോട്ട് പോയപ്പോൾ കുളത്തിൻ്റെ വടക്ക് വശത്ത് ഒരു പറ്റം ആളുകളിരുന്ന് ഒരു കമ്മിറ്റി കൂടുന്നു. കമ്മിറ്റി മറ്റൊന്നുമല്ല, എത്രയും പെട്ടെന്ന് കുളത്തിലെ വെള്ളം വറ്റിക്കണം, അകത്ത് കിടക്കുന്ന ചള്ള കോരി മാറ്റണം, കുളം വൃത്തിയാക്കണം. ഇതാണ് കമ്മിറ്റിയിലുള്ള പ്രധാന അജണ്ട. ഇത് കേട്ട തവള യാത്ര നിർത്തി തിരിച്ചു വന്നു. കൂട്ടുകാരോട് പറഞ്ഞു, അല്ലയോ മത്സ്യമേ, ആമേ, ഞാൻ എൻ്റെ യാത്ര നിർത്തി തിരിച്ചു വന്നിരിക്കുന്നു. എന്താ കാര്യം? ഗുരുതരമായൊരു പ്രശ്നം നേരിടുവാൻ പോകുന്നു, ഒരു വലിയ അപകടം. എന്താ അപകടം? ഈ കുളത്തിൽ വെള്ളം വറ്റിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് വെള്ളം വറ്റിക്കുന്നതിന് മുൻപ് എത്രയും വേഗത്തിൽ വേറൊരു കുളം നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോകും. മീന് പറഞ്ഞു, അല്ലയോ തവളെ, നീ നിൻ്റെ പണി നോക്ക്, എനിക്ക് രക്ഷപ്പെടാൻ 100 ബുദ്ധിയുണ്ട്. എത്ര ബുദ്ധി? 100 ബുദ്ധി. 100 എന്നതിന് കൊടുത്തിരിക്കുന്ന മലയാള പദമാണ് ശതം. 100 ബുദ്ധിയുണ്ട്. ആമ പറഞ്ഞു, തവളെ നിന്റെ പണി നീ നോക്കിക്കോ, എനിക്ക് 10 ബുദ്ധിയുണ്ട്. 10 എന്നതിന് കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് മലയാളത്തിൽ ദശാംശം. കേട്ടിട്ടുണ്ടോ? ദശാംശം കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ശതം, ദശം. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ട് വിഷാദിതനായ തവള പറഞ്ഞു, എനിക്ക് 100 ബുദ്ധിയുമില്ല, 10 ബുദ്ധിയുമില്ല, എനിക്ക് ഒരൊറ്റ ബുദ്ധിയേ ഉള്ളൂ, ഒറ്റ വഴി എനിക്കുള്ളൂ. ദിവസങ്ങൾ കഴിഞ്ഞു പെട്ടെന്ന് കുളത്തിൻ്റെ പണിക്കാർ വന്ന് വെള്ളം വെട്ടി തുറന്നു വിട്ടു. വെള്ളമെല്ലാം ഒഴുകിപ്പോയി. കുളത്തിൻ്റെ നടുവിൽ അല്പവെള്ളത്തിൽ 3 വമ്പൻ പ്രാണികൾ കിടന്ന് കളിക്കുന്നു. നോക്കിയപ്പോൾ നല്ലൊരു കൂറ്റൻ വരാല്, നല്ലൊരു മീന്. അവനെ പെതിയെ പിടിച്ചു പൊക്കിയെടുത്ത് അവൻ്റെ മൂക്കിലൂടെ ഒരു ഈർക്കിൽ കുത്തിക്കടത്തി കരയിൽ കൊണ്ട് വെച്ചിരിക്കുക. തൊട്ടടുത്തൊരു വലിയ ആമ അവനെ കോരിയെടുത്ത് മീനിൻ്റെ അരികത്ത് കൊണ്ട് മലർത്തി വെച്ച് ഒരു കല്ലും കൂടെ എടുത്ത് പുറത്തങ്ങ് വെച്ചു. ഈ വലിയ കൂറ്റൻ തവളയെ പിടിക്കാൻ പോയപ്പോൾ അവനങ്ങ് ചാടി. അവന് നേരത്തെ ചാട്ടം അറിയാം. അവൻ ചാടി കരയെ കയറി. പിറകെന്ന് പോയവർക്ക് കിട്ടിയില്ല, അവനങ്ങ് പോയി. അവൻ ചാടി കുളത്തിൻ്റെ കിഴക്ക് വശത്ത് വന്നപ്പോൾ ഒരു ദയനീയ അവസ്ഥ കണ്ടു. എന്താ കണ്ടത്? വർഷങ്ങളായി അവനോടൊപ്പം പാർത്തിരുന്ന മീനും ആമയും അപകടാവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. മീനെ പിടയ്ക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സഹതാപം തോന്നിയെങ്കിലും
ആ സഹതാപം മറന്നുകൊണ്ട് തവള ഒരു പാട്ട് പാടി. വായിക്കണ്ട. ആ പാട്ടിങ്ങനെയാണ്. നേരത്തെ കൊടുത്ത ബുദ്ധി ഉപദേശം കൈക്കൊണ്ടില്ല. ആ പാട്ടിങ്ങനെയാണ്: ശതബുദ്ധി മൂക്കിത കമ്പിത, ദശബുദ്ധി നെഞ്ചിത കല്ലിത, ഏകബുദ്ധി തത്തിത തത്തിത. അല്ലെ, പിടി കിട്ടിയോ? 100 ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞവന്റെ മൂക്കിൽ കമ്പ്. ശതബുദ്ധി മൂക്കിത കമ്പിത, ദശബുദ്ധി നെഞ്ചിത കല്ലിത. 10 ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞവന്റെ നെഞ്ചത്ത് കല്ല്. എന്നാൽ ഒരേ ഒരൊറ്റ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ കൃപയാൽ ഏകബുദ്ധി തത്തിത തത്തിത. ഒറ്റ ബുദ്ധിയുള്ള ഞാൻ ഇന്നും തത്തി തത്തി പോകുന്നു. അല്ല, മനസ്സിലാകുന്നുണ്ടോ? 100 വഴി അറിയാം, 10 വഴി അറിയാം, 50 വഴി അറിയാം, പല വഴികൾ അറിയാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന നീ അവസാനം ചെന്ന് പെടുന്നത് ഒരു വമ്പൻ വിനാശത്തിലാ. അത് വരാതിരിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. അവൻ മനുഷ്യനെ രക്ഷപ്പെടുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവരാശിക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കുവാൻ ഇകത്തിൽ ദൈവത്വം മാറ്റിവെച്ചിട്ട് മനുഷ്യത്വം സ്വീകരിച്ച ഒരുവൻ ചരിത്രത്തിലുണ്ടെങ്കിൽ ഇന്നേക്കും 2000 വർഷങ്ങൾക്കപ്പുറം മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കുലമരത്തിൽ പരമയാഗമായി തീർന്ന ഒരുവൻ, അവനാണ് സാക്ഷാ ലോകത്തിന്റെ രക്ഷിതാവ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും. അപ്പോൾ പിതാവിനോട് അടുക്കുവാനുള്ള, ദൈവത്തോട് അടുക്കുവാനുള്ള ഒറ്റ വഴി യേശു ക്രിസ്തു. 2, ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണമാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. 2 വാക്യങ്ങൾ കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് വായിച്ചേ. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ. സ്തോത്രം. ക്രിസ്തു മരിച്ചു. എന്തിനാ? നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ. ദൈവത്തോട് അടുക്കുവാനുള്ള ഒറ്റ വഴി യേശു ക്രിസ്തു. ദൈവത്തോട് അടുക്കുവാനുള്ള ഒറ്റ പോം വഴി യേശു ക്രിസ്തുവിൻ്റെ മരണം. യേശു ക്രിസ്തു മരിച്ചത് കൊണ്ടാണ് നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. തീർന്നില്ല. 3, ആ മരണസമയത്ത് യേശു ക്രിസ്തു ക്രൂശിങ്കൽ ചിന്തിയ പുണ്യാക രക്തമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിച്ചത്. ആ ഒരു വേദവാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കമോൺ, അവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് അടുക്കുവാനുള്ള ആമേൻ സ്തോത്രം ഒറ്റ മാർഗം യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം, ആ കാൽവരി മരണത്തിങ്കിൽ ചിന്തപ്പെട്ട പുണ്യാക രക്തം. ആ രക്തത്തിന്റെ പ്രത്യേകത വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? ആ രക്തം അത് പാപത്തെ മോചിക്കുവാൻ പര്യാപ്തമായ ഏക രക്തം. അതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം, പാപമില്ലാത്ത രക്തം, നമ്മുടെ പാപത്തെ കഴുകിക്കളയുവാൻ പര്യാപ്തമായ രക്തം, ശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. തീർന്നില്ല. യേശുവിന്റെ രക്തം പുണ്യാക രക്തം. ഹല്ലേലൂയ. നീതിമാനായ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തമെന്ന് പറയുവാൻ ഒരു രക്തം ഉലകത്തിലുണ്ടെങ്കിൽ ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിക്ക് വേണ്ടി പാലസ്തീൻ്റെ മണ്ണിൽ ആ കാൽവരി മലമേൽ സ്ഥാപിക്കപ്പെട്ട ക്രൂശിൽ പരസ്യമായി ചിന്തിയ യേശുവിൻ്റെ രക്തം. ആമേൻ. ആ രക്തത്തെക്കുറിച്ച് അപ്പോസ്തലന്മാർ പറയുന്നു, വിലയേറിയ രക്തം. പത്രോസ് പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. യേശുവിന്റെ രക്തം പാപമില്ലാത്ത രക്തം, യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള രക്തം, യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തം, യേശുവിന്റെ രക്തം പുണ്യാക രക്തം, യേശുവിന്റെ രക്തം വിലയേറിയ രക്തം. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ഈ രക്തത്തിന് മുമ്പിൽ ആശ്രയിപ്പാൻ എത്ര പേർക്ക് കഴിവുണ്ട്? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാനുള്ള ഏക മാർഗം യേശു ക്രിസ്തു. ലോകത്തിലെ മഹാരഥന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അസംഖ്യമാണ്, കേട്ടാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്നോ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ ഹൃദയ സ്പർശകമായി തീർന്നിട്ടില്ല എന്നോ ആർക്കും ഒരിക്കലും പറയാൻ പറ്റത്തില്ലെന്നാ. നെപ്പോളിയൻ ബോണപ്പാർട്ട് തൻ്റെ സൈന്യാധിപനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ മനുഷ്യരെ അറിയുന്നു, എന്നാൽ ക്രിസ്തു മനുഷ്യനല്ല. ഞാനും അലക്സാണ്ടറും ഷാലിമേനും കൈസറുമൊക്കെ വലിയ വലിയ സാമ്രാജ്യങ്ങൾ പണിതു. എങ്ങനെ? ആയുധങ്ങൾ കൊണ്ട്. എന്നാൽ ക്രിസ്തു മാത്രം സ്നേഹം കൊണ്ട് പണിത സാമ്രാജ്യം, അതാണ് ലോകത്തിലുള്ളത്. ക്രിസ്തു മാത്രമാണ് സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യം പണിതത്. സ്വാമി രംഗനാഥാനന്ദ പറയുന്നു, സ്നേഹം കൊണ്ട് ക്രിസ്തു ജനഹൃദയങ്ങളിൽ സ്ഥാപിച്ച സാമ്രാജ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ആയുധങ്ങൾ കൊണ്ട് പണിത സാമ്രാജ്യങ്ങൾ അമ്പേ പരാജയപ്പെട്ടു പോയി. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവായിരിക്കുന്ന ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന MK ഗാന്ധി പറഞ്ഞത്, ക്രിസ്തു ജാതിക്കും മതത്തിനും അതീതനാണ്. നാളിതുവരെ മാനവരാശി ദർശിച്ചിട്ടുള്ളതിൽ ഉത്തമനായ ഒരു ഗുരുവാണ് യേശു ക്രിസ്തു. എന്നിട്ട് ഗാന്ധി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയാണ് യേശു ക്രിസ്തു. കേൾക്കണ്ടേ? ഭാരതത്തിൽ അറിയപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് സ്വാമി വിവേകാനന്ദ. വിവേകാനന്ദ സ്വാമി പറഞ്ഞത് എൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, നസറേത്തുകാരനായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ ഞാൻ എൻ്റെ കണ്ണുനീര് കൊണ്ടല്ല ഹൃദയരക്തം കൊണ്ട് കഴുകുമായിരുന്നു എന്ന് പറഞ്ഞത് നിയോ ഹിന്ദുയിസത്തിൻ്റെ സ്ഥാപകനെന്ന് അവകാശപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന സ്വാമി വിവേക ആനന്ദയാണെങ്കിൽ, ലോകത്തിലെ മഹാരഥന്മാർ യേശുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയുവാൻ സാധിച്ചെങ്കിൽ, ഇന്ന് രാത്രി കേവലം നല്ല കാര്യം പറഞ്ഞൊതുക്കുകയല്ല, അതിനേക്കാൾ അപ്പുറം ഈ നല്ലവനായ ക്രിസ്തുവിനെ ഉള്ളിൻ്റെ ഉള്ളറയിൽ നിങ്ങളുടെ കർത്താവും രക്ഷകനുമായി ഇന്ന് രാത്രി ഏറ്റുകൊള്ളുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്?